എന്നാൽ നേർവഴിക്ക് നടന്നു വന്ന വ്യക്തികളാണ് നിങ്ങളൊക്കെ. കാരണം നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞ നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നല്ല മാർക്ക് നേടി നേർവഴി നന്നായി നടന്നു വന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന നേരും നന്മയും എല്ലാം നിറഞ്ഞ നിർഭയത്തോടുകൂടി സത്യം വിളിച്ചു പറയാൻ അത്രയധികം കഴിവുള്ള മീഡിയ വണ്ണിലൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ആദ്യം അഭിമാനം കൊള്ളുന്നു. ഒപ്പം തന്നെ ഈ വേദിയിൽ വന്നുകൊണ്ട് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിച്ചതിൽ നിങ്ങളെടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തു. താങ്ക് യു. ഇനി നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളും അല്ലെ, പ്ലസ് ടു ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പല സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. 10th കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീമിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവാം. സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് എടുക്കാനായിട്ട്. മേ ബി എഞ്ചിനീയറിംഗ് ആവാം, MBBS പോലുള്ള കോഴ്സുകളാവാം. പക്ഷേ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കോഴ്സുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് പോലുള്ള കോഴ്സുകൾ. പലരും വിചാരിക്കുന്നത് കൊമേഴ്സിന്റെ മാത്രം മേഖലകളാണ് ഫിനാൻസ് കോഴ്സുകളായ CA, CMA, CS പോലുള്ള കോഴ്സുകൾ എന്നാണ്. അങ്ങനെയല്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പക്ഷേ ഒരു സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ തലമുറ അവരുടെ കരിയറിൽ ഏറ്റവും നന്നായി പഠിക്കുന്നുണ്ടാവുക SSLC വരെ ആയിരിക്കും. 10th വരെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഏറ്റവും നന്നായി പഠിക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് നിങ്ങൾ പലരും SSLCക്ക് നന്നായി പഠിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന പ്രഷറാണ്. പല കുട്ടികളും SSLCയിൽ ഏറ്റവും നന്നായി പഠിക്കുന്നത് അവരുടെ പാരന്റ്സിൽ നിന്നും അവരുടെ റിലേറ്റീവ്സിൽ നിന്നും പബ്ലിക്കിൽ നിന്നും കിട്ടുന്ന പ്രഷറിന്റെ ബേസിലാണ് SSLCക്ക് ഏറ്റവും നന്നായി പഠിക്കുന്നുണ്ടാവുക. എന്നാൽ പ്ലസ് ടുവിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നന്നായി പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് മിക്ക കുട്ടികളും പ്ലസ് ടുവിന് നന്നായി പഠിക്കുന്നത് നിങ്ങളൊരു വിഷനാണ്. ആ വിഷൻ എന്ന് പറയുന്നത് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് പറയുന്ന വിഷനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷനാണ് നിങ്ങളെ പ്ലസ് ടുവിൽ പലപ്പോഴും നന്നായി പഠിപ്പിക്കുന്നത്. എന്നാൽ പ്ലസ് ടുവിന് ശേഷം എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ജാള്യതയുണ്ട്. കാരണം നിങ്ങൾ ഫുൾ A+ഉം 9A+ഉം ഒക്കെ വാങ്ങിച്ചു നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ ഈ പഠിച്ച സമയത്ത് പഠിക്കാതെ ജീവിതം ഉഴപ്പി നടന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഫുൾ A+ വാങ്ങിച്ചുകൊണ്ട് 10ാം ക്ലാസ് പാസ്സായപ്പോൾ വെറും 54% മാർക്കിൽ SSLC പാസ്സായ ആളാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഫുൾ A+ൽ പ്ലസ് ടു പാസ്സായപ്പോൾ വെറും 45% മാർക്കിൽ പ്ലസ് ടു പാസ്സായ ആളാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഇനി പ്രൊഫഷണൽ ആവാൻ തീരുമാനിക്കുമ്പോൾ സപ്ലികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഡിഗ്രി കാലം തീർത്ത വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഡിഗ്രി എക്സാമിൽ ഫൈനൽ ഇയറിൽ കുറേയധികം സപ്ലികൾ എഴുതി 47% മാർക്കിലാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ M.Com ആണ് ചെയ്തത്. ആ M.Com 2 വർഷം കൊണ്ട് തീർക്കേണ്ട M.Com 4 വർഷം കൊണ്ട് സപ്ലി എഴുതി തീർത്ത ആളാണ് ഞാൻ. ഇങ്ങനെയാണ് ഞാൻ എന്റെ കരിയർ ബിൽഡ് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടാണ്. കാരണം എന്റെ പേരിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു 3 അക്ഷരം കാണാം, CMA. 25ാമത്തെ വയസ്സിൽ ഞാൻ പഠിക്കണമെന്ന ആഗ്രഹമായി എല്ലാ ജോബും നിർത്തിവെച്ചുകൊണ്ട് പഠിക്കാൻ തിരിച്ചു വരികയും 28ാമത്തെ വയസ്സിൽ ഞാൻ CMA എന്ന് പറയുന്ന കോഴ്സ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയി CMA എന്ന് പറയുന്ന കോഴ്സ് ഓൾ ഇന്ത്യ 12th റാങ്കിൽ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ അപ്രീസിയേഷൻ നേടിയിരുന്ന കാലഘട്ടത്തിലൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല. പക്ഷേ പഠിക്കാൻ തീരുമാനിച്ച ഒരു കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുകയും എന്റെ കരിയർ ബിൽഡ് ചെയ്യുകയും ചെയ്തു. അതുപോലെ നിങ്ങൾ എന്നെ പോലൊരു നെഗറ്റീവ് കരിയർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത് ഒരിക്കൽ പോലും. ഇനിയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാലഘട്ടം. പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ലൈഫിൽ മിനിമം ഒരു പ്രൊഫഷണൽ ആവാൻ ശ്രമിക്കണം. അത് ഏത് ഫീൽഡ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓൾറെഡി
മെന്റർ കോളേജിന്റെ സിഇഒ പറഞ്ഞതുപോലെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ അതിലൊരു പ്രൊഫഷണൽ ആവുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ MBBS പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുക. അതല്ല MBBS എഞ്ചിനീയറിംഗോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സയൻസ് സ്റ്റുഡൻസിനായാലും കൊമേഴ്സ് സ്റ്റുഡൻസിനായാലും സെലക്ട് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷണൽ കോഴ്സുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ്, ദെൻ ഫോറിൻ കോഴ്സുകളായ CCA പോലുള്ള കോഴ്സുകൾ. ഞാൻ ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയും, കൊമേഴ്സിന്റെ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ടൈമും കൂടെയാണ്. നിങ്ങൾ ന്യൂജൻ എപ്പോഴും ഫ്രീ ടൈമുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ? വർക്ക് പ്രഷർ വർക്ക് പ്രഷർ വർക്ക് പ്രഷർ എന്ന രീതിയിൽ ലൈഫിനെ കൊണ്ടുപോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആണോ? കേൾക്കുന്നില്ല കേട്ടോ. വർക്ക് പ്രഷർ മാത്രമായി ലൈഫിനെ കൊണ്ടുപോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല. വർക്ക് പ്രഷർ ഇല്ലാതെ വളരെ ഈസിയായ ലൈഫിലൂടെ ഒരു ഇൻകവും ഏൺ ചെയ്യാതെ മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല. ഇതിനെ ബാലൻസ് ചെയ്യണ്ടേ? ഇതിനെ ബാലൻസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫിനാൻസ് മേഖല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞത്, MBBS കഴിഞ്ഞൊരു ഡോക്ടർ നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങളെ പരിശോധിക്കും, നിങ്ങൾക്ക് മെഡിസിൻ ഡിസ്ക്രൈബ് ചെയ്യും, ശരിയല്ലേ? നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നിങ്ങൾ വീട്ടിൽ പോയി കാണുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളൊരു ഹോസ്പിറ്റൽ പോയി ഒരു സർജറി ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ആ സർജറി ചെയ്യുന്ന ഡോക്ടർ അവിടെ ഫിസിക്കലി പ്രസന്റ് ആണ്. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ആ സർജറി ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അസിസ്റ്റന്റ് സർജറി ചെയ്തതിന് ശേഷം, ലാസ്റ്റ് ആ സർജറി ഒരു അസിസ്റ്റന്റ് ചെയ്തതിന് ശേഷം, ലാസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ആ സർജറി ചെയ്ത ഭാഗത്ത് ഒരു സൈൻ മാത്രം ചെയ്തിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇനി സുഖമായി വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും? നിങ്ങളൊരു ഡോക്ടറുടെ പേര് കേട്ടിട്ടാണ് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ സർവീസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കൊമേഴ്സ് പ്രൊഫഷണൽസിന്റെ പ്രത്യേകത, പർട്ടിക്കുലർലി CA പ്രൊഫഷന്റെ പ്രത്യേകത, നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സർവീസ് നിങ്ങൾ നേടുമ്പോൾ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് നിങ്ങൾക്ക് സർവീസ് തരുമ്പോൾ ആ സർവീസ് 95% സർവീസ് തരുന്നുണ്ടാവുക ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഫൈനൽ സിഗ്നേച്ചർ മാത്രമായിരിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് നൽകുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് CA CMA പോലുള്ള പ്രൊഫഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഫ്രീ ടൈമുകൾ വളരെയധികം കൂടുതലാണ്, പ്ലസ് ഇൻകം ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണെന്നുള്ളതാണ്. പക്ഷെ ഈ ഫ്രീ ടൈമുകൾ അവരെങ്ങനെ നേടിയെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു 3-4 വർഷം നിങ്ങളുടെ ജീവിതം ഒരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടൈം 12:05 ആണ്. നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ ഒരു 1 hour 2 hour സെമിനാർ എടുത്തുകൊണ്ടൊരു വേദിയിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതല്ല. പക്ഷെ നിങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ വിജയം ആഘോഷിക്കാനാണ്, അല്ലെ? നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നതിന് പുറമെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കുക. ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമായ അന്വേഷണം നടത്തുക. എല്ലാ സ്ട്രീമിലുള്ള കോഴ്സുകളെ കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തുക. പഠനം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ്, ഏറ്റവും ബെസ്റ്റ് ഫീൽഡ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ഇൻഫോർമേഷനും കൂടെ നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നീങ്ങുകയാണ്. ഇന്ന് ഒരു പാർട്ട് എക്സാം നടത്തിയതിന്റെ സ്കോളർഷിപ്പ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കിട്ടിയ കുട്ടികൾക്കാണ്. ഫസ്റ്റ് പ്രൈസ് മീൻസ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഏത് കോഴ്സുകളും, അത് CA ആവാം, CMA ആവാം, CS ആവാം, ACC ആവാം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടിക്കും
ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന കുട്ടിക്ക് ആ കോഴ്സുകൾ 100% സ്കോളർഷിപ്പോട് കൂടി ഞങ്ങളുടെ കോച്ചിങ് ഫീസ് 100% വേവ് ചെയ്തുകൊണ്ട് ആ കോഴ്സ് പഠിക്കാനുള്ള, അവർ സെലക്ട് ചെയ്യുന്ന കോഴ്സ് പഠിക്കാനുള്ള അവസരം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന കുട്ടിക്ക് 50% സ്കോളർഷിപ്പോട് കൂടി ആ കോഴ്സുകൾ ചെയ്യാം. തേർഡ് പ്രൈസ് കിട്ടിയ കുട്ടിക്ക് 25% സ്കോളർഷിപ്പോട് കൂടി കോഴ്സുകൾ ചെയ്യാം. ഈ സ്കോളർഷിപ്പ് ഓൾറെഡി എക്സാമുകൾ കഴിഞ്ഞതാണ്. അതിൽ വിൻ ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ആദരിച്ചത്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു സന്തോഷകരമായ മറ്റൊരു വാർത്ത ഇവിടെ പറയുകയാണ്. ഈ 10 എക്സാം ഇനിയും ഞങ്ങളുടെ ക്യാമ്പസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആരാണോ ആ എക്സാമുകൾ ഇനി എഴുതി പാസ്സാവുന്നത് അവർക്ക് വീണ്ടും ഈ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒരു പ്രാവശ്യം കൂടെ നൽകുവാനുള്ള അല്ലെങ്കിൽ നേടുവാനുള്ള അവസരം ഞങ്ങൾ ക്യാമ്പസിൽ ഒരുക്കുന്നുണ്ട്. പ്രൊഫിൻസിന്റെ 5ാമത്തെ ക്യാമ്പസ് ആണ് മലപ്പുറത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ കാണുന്നത് പ്രൊഫിൻസിന് 5 ക്യാമ്പസ് ആണ് ഇതുവരെയുള്ളത്. ഫസ്റ്റ് ക്യാമ്പസ് തൃശ്ശൂരാണ്. നെക്സ്റ്റ് ക്യാമ്പസ് കുന്നംകുളം എന്ന് പറയുന്ന പ്ലേസിൽ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. തേർഡ് ക്യാമ്പസ് കാലിക്കറ്റ് ആണ്. ഫോർത്ത് ക്യാമ്പസ് പ്രൊഫിൻസിന് പെരിന്തൽമണ്ണയിലുണ്ട്. ഫിഫ്ത് ക്യാമ്പസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മലപ്പുറത്താണ്. മലപ്പുറം എന്ന് പറയുന്ന പ്ലേസിന്റെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്, കഴിഞ്ഞ വർഷം പ്രൊഫിൻസിന് 10 റാങ്കുകളാണ് കാറ്റ് എന്ന് പറയുന്ന എക്സാമിന് കഴിഞ്ഞ ടേബിൾ ഉണ്ടായിരുന്നത്. 10 റാങ്കുകൾ. അതിൽ 3 റാങ്ക് നേടിയത് പ്രൊഫിൻസ് പെരിന്തൽമണ്ണയാണ്. 4 റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് പ്രൊഫിൻസ് മലപ്പുറമാണ്. ദാറ്റ് മീൻസ് 7 റാങ്കുകൾ നേടിയിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. മലപ്പുറത്തെ കുട്ടികൾ പൊളിയാണ്. അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഇനിയും സക്സസുകൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസ് ഇവിടെ മലപ്പുറത്ത് തന്നെയാണ്, നിയർ പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. എല്ലാ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ കൊമേഴ്സിന്റെ പ്രൊഫഷണൽ കോഴ്സുകളുടെ സാധ്യതയും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. 10th പാസ്സായ കുട്ടികളോടാണ് അടുത്ത റിക്വസ്റ്റ്. കുട്ടികൾ, നിങ്ങൾ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ കൊമേഴ്സിന്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് സ്ട്രീം വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനിയും ഫ്യൂച്ചറിൽ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.